Hallo Leute, guten Morgen. Am I audible, guys? Am I audible? Renju, Neeraj? Okay, yeah. Okay, fine. Okay, so let's start with today's session. Last ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് ടെക്സ്റ്റൈൽ വർക്ക്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. കുറച്ച് ടെക്സ്റ്റൈൽ വർക്ക്സ് നമ്മൾ ചെയ്തു. ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടെ നമ്മുടെ ഏറ്റവും മേജർ ടോപ്പിക്സ് എല്ലാം കഴിയും. So let's get into today's session. Please wait a second. Okay. So ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് കൊന്യൂങ്റ്റീവ് സ്വൈ. കൊന്യൂങ്റ്റീവ് സ്വൈ. ഓക്കെ, കൊന്യൂങ്റ്റീവ് സ്വൈ എന്ന് വെച്ചാൽ വേർബിന്റെ ഒരു ഫോം ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ഫോംസ് ഓഫ് വേർബ്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് ഫോം ആണ് ഇത് കൊന്യൂങ്റ്റീവ് സ്വൈ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പൊളൈറ്റ്നെസ് കാണിക്കേണ്ട സമയത്താണ് നമ്മൾ ഈ കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ്നസ് ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സജഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളോട് അഡ്വൈസ് കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം യൂസ് ചെയ്യുന്നത്. കൊന്യൂങ്റ്റീവ് സ്വൈ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മൊഡാൽ വെർബിന്റെയും ഓക്സിലറി വെർബ്സിന്റെയും കൂടെയാണ്. നമുക്കറിയാം, നമ്മൾ 7 മൊഡാൽ വെർബ്സ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെയും നമ്മൾ കൊന്യൂങ്റ്റീവ് സ്വൈ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഓക്സിലറി വെർബ്സിന്റെ കൂടെയും യൂസ് ചെയ്യും. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്? Okay, you know, speak now. So auxiliary verbs are haben, sein, werden. ഇപ്പൊ നമ്മൾ മിക്സർ ആയിട്ട് ഏതിന്റെയൊക്കെ കൂടെയാണ് നമ്മുടെ കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം യൂസ് ചെയ്യുന്നത്? 7 മൊഡാൽ വെർബ്സിന്റെ കൂടെയും പിന്നെ ഓക്സിലറി വെർബ്സ് ആയ haben, sein, werden കൂടെയും. ഓക്കെ, സോ ഈ കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് നമ്മുടെ പ്രെറ്റേരിറ്റീവ് ഫോം പോലെ തന്നെ. നമ്മൾ ഓൾറെഡി പ്രെറ്റേരിറ്റീവ് എഴുതുന്ന പഠിച്ചു. അതുപോലെ തന്നെയാണ് കാണാനുണ്ടായിരിക്കുക. ബട്ട് ഇതിലൊരു ഡിഫറൻസ് വരുന്നത്, ഇതിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ, നോട്ട് എവ്രിവെയർ, ചില സ്ഥലങ്ങളിൽ നമ്മൾ umlaut ആഡ് ചെയ്യും. ഓക്കെ, സോ വൺസ് അഗൈൻ ഞാൻ പറഞ്ഞുതരാം. കൊന്യൂങ്റ്റീവ് സ്വൈ എന്ന് വെച്ചാൽ നമ്മൾ പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർബിന്റെ ഒരു ഫോം ആണ്. ഇത് നമ്മൾ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? റിക്വസ്റ്റ്, സജഷൻ, അഡ്വൈസസ്, വിഷസ്, പിന്നെ ഒരു റിയൽ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊന്യൂങ്റ്റീവ് സ്വൈ മോസ്റ്റ്ലി മൊഡാൽ വെർബിനും ഓക്സിലറി വെർബായ ഹാബൻ, സൈൻ, വേർഡനും ആണ് ഉള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിലറി വേർബ്സ് ആയ ഹാബൻ, സൈൻ, വേർഡൻ. ഈ 3 വേർബിന്റെ കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം എങ്ങനെയാ വരുന്നത്, അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്നുള്ള നോക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം സൈൻ എന്നുള്ളതിന്റെ കൊന്യൂങ്റ്റീവ് സ്വൈ. സൈൻ എന്നുള്ളതിന്റെ കൊന്യൂങ്റ്റീവ് സ്വൈ ഇസ് വേരൻ. വേരൻ, നോട്ട് വാരൻ, വേരൻ. ഉണ്ടാവും വരുന്നുണ്ട്, വേരൻ. അതിന്റെ മീനിങ് വരുന്നത് വുഡ് ബി എന്ന്. വുഡ് ബി. ഓക്കെ, ഇഷിന്റെ കൂടെ ഇറ്റ് വിൽ ബി ഇഷ് വേര, du wärest, sie es wäre, wir wären, ihr wäret, sie wären, sie wären. Okay, sie oder sie. Once again, ich wäre, du wärest, sie es wäre, wir wären, ihr wäret, sie oder sie wären. Okay, seine conjunctive swai form is wären, that is would be. Next one is haben. ഹാബന്റെ കൊഞ്ചുക്റ്റീവ് സ്വൈ ഫോം ഇസ് ഹേറ്റ്. ഹേറ്റ്, അതിന്റെ മീനിങ് വരുന്നത് വുഡ് ഹാവ് ടു. വുഡ് ഹാവ് ടു. സോ അതിന്റെ കോൺജുഗേഷൻ എങ്ങനെയാണെന്നുള്ള നോക്കാം. ഇഷ് ഹേറ്റ്, du hatest, sie es hätte, wir hätten, ihr hättet, sie oder sie hätte. Noch einmal. Ich hätte, du hättest, sie es hätte, wir hätten, ihr hättet, sie oder sie hätte. ഇനി നമ്മുടെ ലാസ്റ്റ് ഓക്സിലറി വെർബ് ആണ് വേർഡൻ എന്നുള്ളത്. വേർഡന്റേത് കൊന്യൂങ്റ്റീവ് സ്വൈ ഫോം ഇസ്
വ്യൂഡൻ, വ്യൂഡൻ, വ്യൂഡന്റെ മീനിങ് വരുന്നത് വുഡ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇഷ് വ്യൂഡ്, ദു വ്യൂഡെസ്റ്റ്, എറിസിയസ് വ്യൂഡ്, wir würden, ihr würdet, sie oder sie würden. Noch einmal, ich würde, du würdest, Erzius würde, wir würden, ihr würdet, sie oder sie würden. Okay, so once again, നമ്മളിപ്പോ ഓക്സിലറി വേർബ്സ് ആയ ഹാബൻ, സൈൻ, വേഡൻ ഈ 3 വേർബിന്റെ conjunctive five form ആണ് നോക്കിയത്. സൈനിന്റെ conjunctive five form is wären, which means would be. Habende conjunctive five form is haten, which means would have to. And വേഡന്റെ conjunctive five form is würden, which means would. Okay, നമുക്ക് എക്സാമ്പിൾസ് നോക്കി എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. First one is, I would like to have a pizza. Okay, I would like to have, would have to എന്നുള്ളതിൽ നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? ഏത് വേർബിന്റെ conjunctive five form ആയിരുന്നു? ഹേറ്റൻ എന്നുള്ളത്. ഹാബന്റെ conjunctive five form that is ഹേറ്റൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും. ഇഷിന്റെ കൂടെ എങ്ങനെയാണ് അത് വരുന്നത്? Ich hätte. Ich hätte. Hätte gerne. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാന എന്നുള്ളതാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ പിസ്സ എന്നുള്ള നമ്മൾ പറയുന്നത് ഇഷ് ഹേറ്റ് ഗ്യാന ഐന പിസ്സ. ഇഷ് ഹേറ്റ് ഗ്യാന ഐന പിസ്സ എന്ന് വരും. ഇനി ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നാണ്. വുഡ് ബി എന്നുള്ളതിൽ നമ്മൾ ഏത് conjunctive five form ആണ് യൂസ് ചെയ്യുന്നത്? wären. വേരൻ എന്നുള്ളത്. എസിന്റെ കൂടെ എങ്ങനെയാണത് വരിക? Es wäre. Es wäre എന്ന് പറയും. Es wäre. ഗ്രേറ്റ് നമ്മൾ ടോൾ എന്ന് പറയും. സോ ഇറ്റ് വിൽ ബി എസ് വേറെ ടോൾ എന്ന് വരും. എസ് വേറെ ടോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് യു ഹാവ് ടു അറ്റൻഡ് ദി എക്സാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഐ വുഡ് റെക്കമെൻഡ്, ഇവിടെ എന്താ വരാ? വുഡ് എന്നുള്ളതിന് ഐ വുഡ് റെക്കമെൻഡ്. വുഡ് എന്നുള്ളതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യാം? würde. വ്യൂഡൻ, വ്യൂഡൻ, Würde. വ്യൂഡൻ യൂസ് ചെയ്യും. ഇഷിന്റെ കൂടെ ഇറ്റ് വിൽ ബി ഇഷ് വ്യൂഡ്. ടു റെക്കമെൻഡ് എന്നുള്ളതിൽ നമ്മൾ എംഫേലൻ എന്ന് പറയും. ഇഷ് വ്യൂഡ് ദിയ എംഫേലൻ എന്ന് വരും. ഇഷ് വ്യൂഡ് ദിയ എംഫേലൻ. ഇനി ദാറ്റ് യു ഹാവ് ടു അറ്റൻഡ് എക്സാം. ബെസുന്ദര കണക്ടർ ആണ് ഇവിടെ വരുന്നത്. അറ്റൻഡിന് നമ്മൾ ടൈൽ നെയ്മൻ എന്ന് പറയും. ടു അറ്റൻഡ് എന്നുള്ളതിന്. സോ ഇറ്റ് വിൽ ബി ദാസ് ദു ആൻഡ് ദെയർ പ്രൂഫും ടൈൽ നെയ്മൻ മോസ്റ്റ്. ഇഷ് വ്യൂഡ് ദിയ എംഫേലൻ, das du and their പ്രൂഫും ടൈൽ നെയ്മൻ മോസ്റ്റ് വരും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓക്സിലറി വേർബ്സിന്റെ conjunctive five form യൂസ് ചെയ്യുന്നത്. വൺസ് അഗൈൻ ഓക്സിലറി വേർബ്സ് നമുക്ക് ഏതൊക്കെയായിരുന്നു? ഹാബൻ, സൈൻ, വേഡൻ. സൈനിന്റെ conjunctive five form is വേഡൻ, which means would be. ഹാബന്റെ conjunctive five form is haten, which means would have to. And വേഡന്റെ conjunctive five form is wouldn't, which means would. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡാൽ വേർബിന്റെ conjunctive five ഫോമുകളാണ്. നമുക്കറിയാം 7 മൊഡാൽ വേർബ്സ് ഉണ്ട്. അതിന്റെ conjunctive five ഫോമുകളെ വരാൻ നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്യൂർഫിൽ. ഡ്യൂർഫിന്റെ മീനിങ് എന്തായിരുന്നു? What was ഡ്യൂർഫിൽ? allow എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി അത് ഡ്യൂഫ്റ്റൻ എന്നുള്ളതാണ് അതിന്റെ conjunctive five form. allow to എന്നുള്ള മീനിങ് വരും. സോ ഇറ്റ് വിൽ ബി ഇഷ് ഡ്യൂഫ്റ്റ്, du dürftest, es dürfte, wir dürften, ihr dürftet, sie oder sie dürften. Noch einmal, ich dürfte, du dürftest, es dürfte, wir dürften, ihr dürftet, sie oder sie dürften. നെക്സ്റ്റ് വൺ ക്യൊന്നൻ. ക്യൊന്നൻ എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ ക്യാൻ അല്ലെങ്കിൽ ഏബിൾ ടു എന്നുള്ളതാണ് പഠിച്ചത്. അതിന്റെ conjunctive five form is ക്യൊntൻ, ക്യൊntൻ. ഓക്കെ, വിച്ച് മീൻസ് ഗുഡ്. ഗുഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇഷ് ക്യൊന്ത്, ദു ക്യൊന്റെസ്റ്റ്,
es könnte, wir könnten, ihr könntet, sie oder sie könnten. Noch einmal, ich könnte, du könntest, es könnte, wir könnten, ihr könntet, sie oder sie könnten. Okay? Next one is mjoggen. Mjoggen എന്നുള്ള modal verbന്റെ conjunctive form is mjoggen. Okay? Would like to എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മ്യോസ്റ്റന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് conjunctive form പഠിക്കുന്നത് തന്നെയാണ്. Okay? So it will be ich möchte, du möchtest, es möchte, wir möchten, ihr möchtet, sie oder sie möchten. Noch einmal, ich möchte, du möchtest, es möchte, wir möchten, ihr möchtet, sie oder sie möchten. Next one is müssen. Müssen നമ്മൾ must അല്ലെങ്കിൽ have to എന്നുള്ളത് പറഞ്ഞു. അതിന്റെ conjunctive form is müsste. Müsste. Okay. Müssen എന്നുള്ളതിന്റെ conjunctive form is müsste. Ich müsste, du müsstest, es müsste, wir müssten, ihr müsstet, sie oder sie müssten. Noch einmal, ich müsste, du müsstest, es müsste, wir müssten, ihr müsstet, sie oder sie müssten. Next one, sollen, should അല്ലെങ്കിൽ supposed to എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ്. അതിന്റെ conjunctive form ആണ് sollten. Sollten. Okay? Ich sollte, du solltest, es sollte, wir sollten, ihr solltet, sie oder sie sollten. Noch einmal, ich sollte, du solltest, es sollte, wir sollten, ihr solltet, sie oder sie sollten. Last one is wollen. Wollen to want എന്നുള്ള നമ്മൾ പറഞ്ഞു. അതിന്റെ conjunctive form was wollten. Wollten. Okay? Ich wollte, du wolltest, es wollte, wir wollten, ihr wolltet, sie oder sie wollten. Noch einmal. Ich wollte, du wolltest, es wollte, wir wollten, ihr wolltet, sie oder sie wollten. ഈ ഒരു രീതിയിലാണ് നമ്മുടെ modal verbsന്റെ conjunctive form വരുന്നത്. Once again, Dürfende conjunctive form is dürften, könnendes könnten, mögendes möchten, müssendes müssten, sollendes sollten, and wollendes wollten. Okay? നമ്മൾ എങ്ങനെയൊക്കെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. Okay? Can you help me എന്നുള്ളത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? Can you help me? Yes. Can you help me എന്നുള്ളത് Können Sie mir helfen? Können Sie mir helfen? ഇത് നമ്മൾ ഇനി conjunctive formal കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. Could you help me? Could എന്നുള്ളത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? Könnten. Könnten. സിയുടെ കൂടെ അല്ലെങ്കിൽ ദൂടെ കൂടെ എങ്ങനെ വരും? Könnten. Könnten Sie mir helfen എന്ന് വരും. Könnten Sie mir helfen. So could you help me എന്നുള്ളത് നമ്മൾ ചോദിക്കാൻ പറ്റും. Könnten Sie mir helfen എന്ന് വരും. Next one is you should go to the doctor എന്നാണ്. ഓക്കെ, ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളോട് conjunctive ഫോമിൽ എഴുതണം. Should എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? conjunctive ഫോമിൽ yes, conjunctive form of sollen. Sollten. Sollten. ദൂടെ കൂടാതെ എങ്ങനെ വരും? Solltest. Solltest എന്ന് വരും. So you should go to the doctor എന്ന് നമ്മൾ എങ്ങനെ പറയും? Du solltest zum Arzt gehen. Du solltest zum Arzt gehen എന്ന് പറയും. Okay? ഇനി we could go to the theater today evening എന്നാണ്. അപ്പോൾ നമ്മൾ കുട്ടിനെ നമ്മൾ könnten എന്ന് പറയും. വീടെ കൂടെ വിയറിന്റെ കൂടെ ചൊല്ലി wir könnten heute Abend ins Kino gehen എന്ന് വരും.
Wir könnten heute Abend ins Kino gehen. ഇവിടെ എന്താണ് ഇവിടെ ഒരു സജഷൻ ആണ് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൺജങ്ക്റ്റീവ് വൈ ഫോം യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ, യു ഷുഡ് ലേൺ ഫോർ യുവർ എക്സാം എന്നാണ്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. യു ഷുഡ് ലേൺ ഫോർ യുവർ എക്സാം. അഡ്വൈസ് കൊടുക്കുമ്പോൾ ഷുഡ് എന്നുള്ളത് നമ്മൾ കൺജങ്ക്റ്റീവ് സ്വൈ ഫോമിൽ എഴുതണം. ദാറ്റ് ഇസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സോളന്റ് കൺജങ്ക്റ്റീവ് സ്വൈ ഫോം ആണ്, സോൾട്ടൻ എന്നുള്ളത്. അത് ദൂടെ കൂടെ ഇങ്ങനെ വരും, സോൾട്ടെസ്റ്റ് എന്ന് വരും. സോ ഇവിടെ ഇങ്ങനെയാവും, യു ഷുഡ് ലേൺ ഫോർ യുവർ എക്സാം എന്നുള്ളത് ദു സോൾട്ടെസ്റ്റ് ഫ്യോർ ദൈന പ്രൂഫും ലേണൻ. ദു സോൾട്ടെസ്റ്റ് ഫ്യോർ ദൈന പ്രൂഫും ലേണൻ എന്ന് വരും. Next one is, it would be nice if you could come to the party tomorrow. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഓക്സിലറി വെർബിന്റെയും മൊഡാൽ വെർബിന്റെയും കൺജങ്ക്റ്റീവ് സ്വൈ ഫോം വരുന്നുണ്ട്. ഇറ്റ് വുഡ് ബി നൈസ് എന്നുള്ളതിൽ എന്താ വരുന്നത്, ഓക്സിലറി വെർബിന്റെതാണ് വരുന്നത്. വുഡ് ബി എന്നുള്ളതിൽ നമ്മൾ ഏത് കൺജങ്ക്റ്റീവ് സ്വൈ ഫോം ആണ് യൂസ് ചെയ്യുക, വുഡ് ബി. വേറെ വേറെ എന്നുള്ളത് എസ് വേറെ എന്ന് വരും. ഇറ്റ് വുഡ് ബി നൈസ് എന്നാണ്, സോ ഇറ്റ് വിൽ ബി എസ് വേറെ നെറ്റ് എന്ന് വരും. എസ് വേറെ നെറ്റ്. ഇനി ഇഫ് യു കുഡ് കം ടു ദ പാർട്ടി ടുമോറോ എന്ന് പറയും. സോ ഇപ്പിന് നമ്മൾ വെൻ എന്നുള്ളത് യൂസ് ചെയ്യും. കുഡ് എന്നുള്ളതിന് ക്വന്റൻ വരും. സോ ബസുന്ധര കണക്ടോറൻ ആണ്. സോ ഇങ്ങനെ ആയിരിക്കും എൻഡിലോട്ട് പോകും. സോ ഇറ്റ് വിൽ ബി എസ് വേറെ നെറ്റ് വെൻ സി സോ പാർട്ടി കോമൺ ക്വന്റൻ. എസ് വേറെ നെറ്റ് when she saw party common quintal. Okay. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കൺജങ്ക്റ്റീവ് സ്വൈ ഫോം ഓഫ് മൊഡാൽ വെർബില് നമുക്കറിയാം മൊഡാൽ വെർബിന്റെ കൂടെ മെയിൻ വെർബ് വരും. നമ്മുടെ പണ്ടത്തെ പോലെ തന്നെയാണ് വരിക. നമ്മൾ കൺജങ്ക്റ്റീവ് സ്വൈ ഫോമിന് മാത്രം അത് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കൊടുക്കും. മൊഡാൽ വെർബിന് കൺജങ്ക്റ്റീവ് സ്വൈ ഫോം സെക്കൻഡ് പൊസിഷനിൽ വരും. മെയിൻ വെർബ് എവിടെ പോകും, ഇൻഫിനിറ്റീവ് ഫോമിൽ എൻഡിൽ പോകും. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച്. അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെയാണ് എൻഡിൽ പോകും. ഓക്കെ, അതൊന്ന് മൈൻഡിൽ ഓർത്ത് വെക്കാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺജങ്ക്റ്റീവ് സ്വൈ ഫോം സെന്റൻസ് ബിൽഡ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വെർബിനാണ് കൺജങ്ക്റ്റീവ് സ്വൈ ഫോം വരുന്നത്. ദാറ്റ് ഇസ് മൊഡാൽ വെർബിനും ഓക്സിലറി വെർബിനും. ആ കറക്റ്റ് കോൺജുഗേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ ഈസി ആയിട്ട് കൺജങ്ക്റ്റീവ് സ്വൈ ഫോമിൽ സെന്റൻസ് ബിൽഡ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു കൺജങ്ക്റ്റീവ് സ്വൈ ഫോം നമ്മൾ റിക്വസ്റ്റ്, സജഷൻ, അഡ്വൈസ്, വിഷസ്, റിയൽ സിറ്റുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി പൊളൈറ്റ്നെസ് കാണിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കൺജങ്ക്റ്റീവ് സ്വൈ ഫോം യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര കാര്യങ്ങളും എങ്ങനെയാണ് കോൺജുഗേഷൻ എല്ലാം ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അങ്ങനെയാണ്. ലെറ്റ്സ് ഡു സം എക്സസൈസ് ഫ്രം ദിസ് ടോപ്പിക്. താഴെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ചെയ്യാം. ബ്രാക്കറ്റിൽ ഏതെങ്കിലും വേർഡ്സ് അറിയുന്നെങ്കിൽ ഒന്ന് ഡിക്ഷണറി ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അവിടെ ടൈപ്പ് ചെയ്യും.
Okay, Ranju, completed. Done. Okay, so let's discuss. Yeah, first one, Ranju പറഞ്ഞത് എന്താണ്? How would it be if we meet on Monday എന്നതാണ് നമ്മുടെ question. So it will be the വേറെ s would be എന്നുള്ളതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വേറെ എന്നുള്ളതാണ്. the വേറെ s ഇനി ഓപ്പല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇഫ് നമ്മൾ when ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, the വേറെ s when we are uns am Morgen treffen. Okay, when we are uns am Morgen treffen. Second. Yeah, answer will be we wäre es, wenn wir uns am Morgen treffen würden. Okay. വേണമെങ്കിൽ ബോർഡിൽ ഷെയർ ചെയ്യാം. Just wait. ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ് ഐ മീൻ ടൈപ്പ് ചെയ്ത് തന്നിട്ടാ മതി. ആൻസർ ഓക്കെ, ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? Okay, second question is, it would be great if you could help me എന്നാണ്. Would be great if you could help me. അതിന്റെ ആൻസർ വരുന്നത് ഇയാൾ ചെക്ക് ചെയ്താൽ മതി. ഇയാളുടെ ആൻസർ വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാം. എസ് വേറെ tall, es wäre toll, wenn du mir helfen könntest. Okay, es wäre toll, wenn du mir helfen könntest എന്ന് വരും. Okay, next one is I would like to have a pretty girlfriend. I would like to have a pretty girlfriend. So it will be ich hätte gerne. Ich hätte gerne eine hübsche, once again, hübsche Freundin. Okay, ich hätte gerne eine hübsche Freundin എന്ന് വരും. Okay, ഇനി നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, would you please close the window? Would you please close the window? It will be viewed as to, once again, viewed as to bitte das Fenster zumachen. Okay, viewed as to bitte das Fenster zumachen എന്ന് വരും. Next one was, I would like to have another beer. And I would like to have another beer. So it will be ich
Schwester. Schwester noch ein Bier haben. അല്ലെങ്കിൽ trinken. Ich möchte noch ein Bier trinken അല്ലെങ്കിൽ haben. Both are fine. Next one is I would like to be a millionaire എന്നാണ്. Ich möchte millionaire. Millionaire werden oder sein. Both of them. Okay? ഏതും കൊടുക്കാം. Ich möchte millionaire werden അല്ലെങ്കിൽ sein. Next one is could you please take your seat എന്നുള്ളതാണ്. Could you please take your seat എന്ന് നമ്മൾ könnten Sie sich bitte setzen? Okay? Könnten Sie sich bitte setzen എന്ന് വരും. Okay? ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് വൺ is എവിടെയാണ് ആർട്ടിക്കിൾ വേണോ ചോദിച്ചത്? മില്യനെയറിന്റെ അവിടെയാണോ? അവിടെ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ബോത്ത് ഓഫ് ഫൈൻ. വേർഡന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഐനൻ എന്നുള്ളത് വരും, അല്ലെങ്കിൽ ഐനായിരിക്കും. ഷ്മേഷ്ട് ഐൻ മില്യോനെയർ sein. വേർഡൻ ആണെങ്കിൽ ഷ്മേഷ്ട് ഐനൻ മില്യോനെയർ. ഓക്കെ. So once again, first one in answer വരുന്നത് we wäre es, wenn wir uns am Morgen treffen würden. Es wäre toll, wenn du mir helfen könntest. Ich hätte gerne eine hübsche Freundin. Würdest du bitte das Fenster zumachen? Ich möchte noch ein Bier trinken. Ich möchte Millionär werden, അല്ലെങ്കിൽ Millionär sein. Könnten Sie sich bitte setzen? ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് വരുന്നത്. സോ വൺസ് അഗെയിൻ നമുക്ക് നമ്മുടെ ടോപ്പിക് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് conjunctives y. conjunctives y ഫോം നമ്മൾ പറഞ്ഞു പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു verb ഫോം ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റ്, സജഷൻ, അഡ്വൈസസ്, വിഷസ്, ഇൻ റിയൽ സിറ്റുവേഷൻ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനാണ്. നമ്മൾ മൊഡാൽ വെർബിന്റെയും ഓക്സിലറി വേർബ്സിന്റെയും കൂടെയാണ് conjunctives y ഫോം വരുന്നത്. മൊഡാൽ വെർബായ ഹാബൻ, സൈൻ, വേർഡൻ, സോറി 7 മൊഡാൽ വെർബ്സും ഓക്സിലറി വെർബ്സ് ആയ ഹാബൻ, സൈൻ, വേർഡൻ ആണ് നമ്മുടെ വരുന്നത് conjunctives y ഫോം വരുന്നത്. ഫസ്റ്റ് നമ്മൾ conjunctives y ഫോം ഓഫ് ഓക്സിലറി വെർബ്സ് നോക്കി. സൈനിൻ്റെത് വേർഡൻ, ഹാബിൻ്റെത് ഏറ്റൻ, വേർഡൻ്റെത് വ്യൂഡൻ. പിന്നെ നമ്മൾ conjunctives y ഫോം ഓഫ് മൊഡാൽ വെർബ് നോക്കി. സോറി, ഡ്യൂർഫൻ്റെത് ഡ്യൂഫ്റ്റൻ, ക്യുണ്ടൻ്റെത് ക്യുണ്ടൻ, മ്യോഗൻ്റെത് മ്യോസ്റ്റൻ, മ്യുസൻ്റെത് മ്യുസ്റ്റൻ, സോളൻ്റെത് സോൾട്ടൻ, ആൻഡ് വോളൻ്റെത് വോൾട്ടൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ conjunctives y ഫോം വരുന്നത്. പിന്നെ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി. So basically this is your last topic in your A2. Okay. ഇനി വരുന്ന സെഷൻ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. നാളെ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സോ നാളെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഓൺ ട്യൂസ്ഡേ. പിന്നെ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. ഈ വീക്കോട് കൂടി നമ്മുടെ A2 കഴിയും. ഓക്കെ. ഈ വീക്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ട്യൂസ്ഡേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യുന്നു. നിങ്ങളെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സിൽ നമ്മൾ എക്സാം പാറ്റേൺ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഗുരുത്തെ എക്സാം വരുന്നത് എന്നുള്ളത് നോക്കും. ആൻഡ് ഫൈനലി ബാക്കി 2 സെഷൻ നമ്മൾ A1 നടത്തിയ പോലെ തന്നെ എക്സാം ആയിരിക്കും. ആദ്യം സ്പീക്കിങ്ങും ലിസണിങ്ങും, പിന്നെ നമ്മുടെ ലേസനും ഷ്രൈബനും. ഈ ഒരു രീതിയിൽ നമ്മൾ എക്സാം നടത്തും. സോ വിത്തിൻ ദിസ് വീക്ക് നമ്മൾ A2 എൻഡ് ചെയ്യും. സോ ഇതുവരെ കഴിഞ്ഞ എല്ലാ ടോപ്പിക്കും നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ലീവാണ്, ഇന്നും നിങ്ങൾക്ക് നോക്കാം. ഇന്നും സമയം ഉണ്ടായിരിക്കും. സോ ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇതുവരെ കഴിഞ്ഞ ടോപ്പിക് എല്ലാം റിവൈസ് ചെയ്യുക. ഏത് ടോപ്പിക്കാണ് ക്ലിയർ ആവാത്തത് എന്നുള്ള നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമുക്ക് കമ്മിങ് ക്ലാസ്സിൽ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും. ഓക്കെ. പിന്നെ എക്സാമിന്റെ തലേന്ന് പിടിച്ച് നിങ്ങളെല്ലാം നോക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് മെല്ലെ എല്ലാം ക്ലിയർ ചെയ്യാം. സോ ട്യൂസ്ഡേ ആകുമ്പോഴേക്ക് നിങ്ങളെ ഡൗട്ട് ഉള്ളതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഈ ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മതി. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് എക്സാമിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാ വരിക, നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്
ആൻഡ് ടെക്സ്റ്റിലെ കുറച്ച് വർക്ക്സും നമുക്ക് ഒരു ദിവസം ചെയ്യാൻ നോക്കാം, ടൈം കിട്ടുകയാണെങ്കിൽ. Okay, so that's it. And one more thing, pending ആയിട്ടുള്ള ഏതെങ്കിലും homework സബ്മിറ്റ് ചെയ്യാണ്ടെങ്കിൽ please do that also. Okay, so ബാക്കി കാര്യങ്ങൾ will be discussing on Tuesday. ഇന്നിപ്പോ എന്തായാലും നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റായി. We may have to end the meeting now. Okay. Okay then, so we'll be voting on Tuesday. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം റിവൈസ് ചെയ്യാം. Okay. Okay then, choose